ഹലോ, ഈ ഒരു റോളിൻ്റെ പേര് സോളാവുഡ് എന്നാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ക്രാഫ്റ്റ് കടകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തേലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഒരു റോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും ചെറുതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു റോളിന് 130 രൂപയായിരുന്നു വില ആയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ചെറുതിന് 90 രൂപ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കഷ്ണത്തിൽ നിന്നും മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ എടുത്ത ഷീറ്റിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു വിരലിൽ കുറച്ച് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളമൊന്നും തേച്ച് കൊടുക്കണ്ട, ഒരു ഇത്തിരി ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഇത് മടക്കുന്ന സമയത്ത് അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം തൊട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ വീഡിയോയിലോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 2 ഭാഗം കൂടി പിടിച്ചിട്ട് ഞാനിത് അങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ തെർമോക്കോളിൻ്റെ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പല വലുപ്പത്തിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് ചെയ്ത് കാണിച്ചിരുന്നത്. ഈ ഒരു തെർമോക്കോളിൻ്റെ ബോൾസിന് 10 രൂപ കേട്ടോ ഒരു പാക്കറ്റിനുള്ളത്. ഇനി ഇതാ ഒരു തെർമോക്കോൾ ഞാൻ എടുത്തിട്ട് ഒരു സൈഡിലുള്ള ആ ഒരു ഷീറ്റിൽ വെച്ചിട്ട് അടുത്ത ഷീറ്റ് ഇതങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ പിരിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു മുല്ലമുട്ടിൻ്റെ ആകൃതിയിൽ വന്നിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയുള്ള ശരിക്കുള്ള മുല്ലമുട്ട് പോലെ തന്നെ ഉണ്ടത്. ഇനി ഇതിൻ്റെ തണ്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. തണ്ടിന് വേണ്ടി ഞാൻ എന്താ അവിടെ ഗ്രീൻ ടേപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്നൊരു 2 സെൻറ്റിമീറ്റർ പോലും വേണ്ട, നമുക്കൊരു 1.5 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പശയുണ്ട്, എന്നാലും നമുക്ക് നന്നായിട്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ എടുത്തിരിക്കുന്നുണ്ട്. കുറച്ച് ഫെവിക്കോളൊന്ന് തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ആ ഒരു മുല്ലമുട്ടില്ലേ, ആ മുല്ലമുട്ടിൻ്റെ മുകളിലോട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അതങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുല്ലമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി തെർമോക്കോൾ ബോൾസ് കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയാണ് ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ ആ സോളാവുഡിൽ നിന്ന് 2 കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ആദ്യത്തിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം ഈ ഒരു വെള്ളം തൊട്ടിട്ട് നമുക്കൊന്ന് അതൊന്ന് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം ഇത് ആദ്യത്തെ പോലെ തന്നെ ഒന്നിങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട്. പിരിച്ചെടുത്തതിന് ശേഷം ആ ഒരു തണ്ടിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പിരിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു മുട്ടിൻ്റെ ആ ഒരു ഭാഗമില്ലേ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, മുകളിലോട്ടാക്കിയിട്ട്. അപ്പോൾ അത് 2 തരത്തിലുള്ള മുല്ലമുട്ടും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ശരിക്കും ഇത് നമ്മുടെ സാധാ ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെയുണ്ട്. ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മുല്ലമുട്ടുമാല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് എന്തായിട്ടും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാൻ അതിൽ നിന്ന് റൗണ്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ. ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ അത് റൗണ്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ റൗണ്ടിൻ്റെ ചുറ്റും നമുക്ക് പശ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ B7000 പറഞ്ഞിട്ടുള്ള ഒരു പശയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പശയാണ് നല്ലത്, നന്നായിട്ട് ഒട്ടി പിടിക്കും കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുല്ലമുട്ടുകളൊക്കെ ഇതാ ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാതും ഒരേ വലുപ്പത്തിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ബാക്കി വരുന്ന ആ റൗണ്ടിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മുല്ലമുട്ടുകളിൽ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്തും കുറച്ച് പശ തേച്ചതിന് ശേഷം ഈ ഒരു രണ്ടാമത്തെ ലെയർ നമുക്കിത് അതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗോൾഡൻ കളർ പോളൻസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പല കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. ഇനി ഞാനിത് അതിൻ്റെ ആ തണ്ട് ഭാഗം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പശ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം ഈ ഒരു പോളൻസ് ഞാൻ അതിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇങ്ങനെയുള്ളൊരു ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കുന്നുണ്ട്. ചതുരത്തിലാട്ടോ മുറിച്ചെടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ഫോം ഷീറ്റ് ഇത് അങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം കത്രിക വെച്ചിട്ട് 2 ആക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതാ ഇങ്ങനെയുള്ള അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ആ ഒരു മുറിച്ചു കൊടുത്ത ഭാഗത്ത് കൂടി നമുക്കിത് അങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി ആവശ്യമില്ലാത്ത ആ ഒരു ഫോം ഷീറ്റിൻ്റെ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ആ ഒരു പശ വരുന്ന ഒരു ഭാഗമില്ലേ അതൊന്ന് കളയാം കേട്ടോ. ഈ ഫോം ഷീറ്റ് പശയുള്ള ടൈപ്പ് ആണെങ്കിലും അതിൻ്റെ പശ അത്രത്തോളം ക്വാളിറ്റി ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു B7000 പറഞ്ഞിട്ടുള്ള പശ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുല്ലമുട്ട് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ കുറച്ച് തിക്നെസ്സിൽ വലിപ്പം കുറച്ചിട്ട് ഞാനത് അങ്ങനെ ഒരു മുല്ലമുട്ടിൻ്റെ ക്ലിപ്പും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഗോൾഡൻ കളർ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ളതെന്ന് പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.